ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ ഇത്രയും ആൾക്കാരെ അവിടെ കൊണ്ടുപോയി പ്രോഗ്രാംസ് ചെയ്യുന്നു, സിനിമയുടെ ഈ പിന്നണിയിൽ വളരെ സജീവമാണ്. അത്രയും പ്രൊഡക്ഷൻ കൺട്രോളിലെ ജോലി എന്താണെന്ന് അറിയുന്ന ഇന്നും അവ്യക്തമായിട്ടുള്ള ആൾക്കാർക്ക് അത് നമുക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്ന് പറ്റില്ല. ഒരു സിനിമയുടെ കീ ആണ് അവരുടെ കയ്യിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് തുല്യ. പ്രൊഡ്യൂസർ ഇല്ലാത്തപ്പോൾ പ്രൊഡ്യൂസറെ സേവ് ചെയ്യണം, ഡയറക്ടറെ ഫേവർ ചെയ്യണം. അതെ, ഒരു രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം പുള്ളി കുറച്ചൊന്ന് അലസത ആണെന്നുണ്ടെങ്കിൽ പടത്തിന്റെ ബഡ്ജറ്റ് എങ്ങോ പോകും. ഇവരുടെ കയ്യിലാണ് ഇത് കംപ്ലീറ്റ് ഇരിക്കുന്നത്. ഷൂട്ടിംഗ് കറക്റ്റ് സമയത്തിൽ തുടങ്ങുക, കറക്റ്റ് സമയത്തിൽ നിർത്തിക്കുക, എന്നുവെച്ചാൽ ഡേറ്റ്സ് ഉറപ്പിച്ച് ചെയ്യുക. എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടോ അത് ഒഴിവാക്കാൻ പറ്റുക. ലൊക്കേഷൻ ചേഞ്ചുകൾ ദൂരെ അല്ലാതെ അടുത്ത് തന്നെ പിടിക്കാൻ നോക്കുക. ഒരു പടം 100 കോടി അടിച്ചു, അതിൻ്റെ കൺട്രോളർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് വേറെ ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷെ മനസ്സറിഞ്ഞൊരു പ്രൊഡ്യൂസർ അങ്ങനെ ഒരു ഞെട്ടിയ ഒരു കണ്ണെറിഞ്ഞൊരു മൊമെന്റ് ഉണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു സമ്മാനം ഒരു പ്രൊഡക്ഷനിൽ നിന്നൊക്കെ വരുന്നു. എനിക്ക് പ്രതീക്ഷിക്കാത്തൊരു ശമ്പളം കിട്ടിയ സംഭവം ഉണ്ട്. ഒന്ന് രജപുത്ര രഞ്ജിത്തേട്ടൻ ഒരു റോളിന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് തന്നെ സംശയം, എനിക്ക് തന്നെ ആണോ ഇതൊന്നും. അതിൽ നന്ദൂനുള്ള പൈസ അതെന്ന് പറഞ്ഞു, അത് ഒരു അഭിനയിച്ചതിന്. അതുപോലെ നമ്മുടെ ഹാരിഷ് ദേശത്തിൻ്റെ ഒരു പടം ഞാൻ പറഞ്ഞു, ഡ്രൈവിംഗ് ലൈസൻസ്. നല്ല ശമ്പളം, ഞാൻ ഒരിക്കലും അത്രയും ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതുപോലെ ഇപ്പോൾ ഈ 2 പടവും മാന്യമായ രീതിയിലാണ് ചെയ്തത്. ഭരതനാട്യം അതെ, മോഹിനിയാട്ടം അതെ. ജിതേഷ് അജ്ജുവിനെയാണ് പ്രൊഡ്യൂസർ. തോമസ് ചേട്ടനും ഷൈജുവൊക്കെ ഒരു പ്രൊഡ്യൂസറായിട്ടല്ല ഇരിക്കുന്നത്. ഷൈജുവിനോട് നമ്മളെന്തെങ്കിലും അയ്യോ ഞാൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണല്ലേ അപ്പോഴാണ് ചിന്തിക്കുന്നത്. അതുപോലെ പുള്ളി അവിടുത്തെ ഒരു ആർട്ടിസ്റ്റും പുള്ളിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആരോട് ചോദിക്കണമെന്നുള്ള രീതിയിലൊക്കെ അല്ല പുള്ളി അതിനൊന്നൊരു ഇതായിട്ടല്ല അവിടെ നിന്നിരുന്നത്. ഒക്കേഷനിൽ അങ്ങനെ ഇപ്പോഴും വന്നിരിക്കുകയൊന്നുമില്ല. ആവശ്യമുള്ളപ്പോൾ വരും. രാവിലെ തൊട്ട് വൈകുന്നേരം വന്നിരിക്കുന്ന പരിപാടിയൊന്നും പുള്ളി അതിൻ്റെ പ്രൊഡ്യൂസറാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസറാണല്ലേ എന്ന് പറയും നമ്മൾ പറയുമ്പോൾ. ഈ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ എങ്ങനെ? ഇനി ശരിക്കും പറഞ്ഞ ഒരു വ്യക്തമായ പ്ലാനോടുകൂടി ചില വിളിക്കുമെന്നൊരു പ്രതീക്ഷ എല്ലാവരും പറയുന്നുണ്ട്. ചേട്ടാ ഇനി വിളിക്കുമ്പോൾ ഉറപ്പായിട്ട് ഒരു അമ്മാവൻ അല്ലെങ്കിൽ ഒരു ചിറ്റപ്പൻ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് എവിടെയൊക്കെ നമ്മൾക്ക്. പ്രിയൻ സാറിൻ്റെ ഒരു പടത്തിൽ നല്ലൊരു വേഷം ചെയ്തിട്ട് അത് നെറ്റ്ഫ്ലിക്സിലാണ് വന്നത്. ബിജു മേനൊക്കെ ആയിട്ട് ഓളവും തീരവും അതുകൂടാതെ ഒരു 10 പടങ്ങൾ ചെയ്തതിൽ 2 പടം പ്രിയൻ സാർ ചെയ്ത്. അത് 2 കൺട്രോളും ഞാൻ തന്നെയായിരുന്നു. എനിക്ക് വളരെ പ്രായമുള്ള 70 വയസ്സുള്ള ഒരു കാർന്നവരായിട്ട് ഒരു നായർ, പഴയ തറവാട. അത് ആൾക്കാർ കണ്ടിട്ട് തന്നെ വിളിച്ചു ഗംഭീര അഭിപ്രായം പറഞ്ഞു. കെറ്റപ്പേ വേറെ അടിയിലെ കുറ്റിത്താടി നരപ്പിച്ച് മുട്ടയൊക്കെ ഷട്ടൊക്കെ ഇടാതെ മറ്റേ എല്ലാം കൊണ്ട് മുറുക്കിക്കൊണ്ടിരിക്കുന്ന അതുപോലെ ഇനിയൊരു പല അവസരങ്ങളും പ്രതീക്ഷയുണ്ട്. എനിക്ക് അത് ചെയ്യാന്നൊരു പ്രതീക്ഷയുണ്ട് കിട്ടിയ. എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമുക്ക് പല ആർട്ടിസ്റ്റുകളും ഇല്ലെന്ന്. ഇപ്പോൾ ഞാനൊക്കെ സത്യൻ സാറ് ഭരതനാട്യം കണ്ടിട്ട് ഒരു മോഹിനിയാട്ടം സാർ കാണാമെന്ന് പറഞ്ഞു, കണ്ടിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അത് പ്രിയൻ സാറിനെ ഞാനൊക്കെ വിളിച്ച് പറയും. അത് പ്രിയൻ സാറാണ് എനിക്ക് കോമഡി ആദ്യം തരുന്നത്. ഫസ്റ്റ് പടം ഏതായിരുന്നു പ്രിയൻ സാറിൻ്റെ കൂടെ തല കാണിക്കുന്ന സിനിമ? അത് വെട്ടം തന്നെയാണ്. വെട്ടത്തിന്റെ തന്നെ അതിന്റെ തന്നെ ഇത് പബബേല ഇവനെയാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതല്ലേ വെട്ടം ഇന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതൊക്കെ ചെയ്യുമ്പം അതെല്ലാം പ്രിയ സാർ സ്ക്രിപ്റ്റിലുള്ളതാണ്. അതേപോലെ ദിലീപേട്ടൻ പ്രിയ സാർ ഡിസ്കഷനിൽ വന്ന സാധനങ്ങളാണ് അതൊക്കെ. ആ സാധനം ഡിസ്കഷനിലൊന്നുമില്ല. ആ ക്യാരക്ടർ പെട്ടെന്ന് വന്ന ക്യാരക്ടറാണ്. അതിൻ്റെ ദിലീപ് തന്നെ ഞാൻ ലയൻ്റെ ലൊക്കേഷൻ റൺവേയുടെ ലൊക്കേഷൻ നോക്കി പൊള്ളാച്ചി പോയതാണ്. ദിലീപാണല്ലോ നായകൻ. അപ്പോൾ ഞാനുണ്ട്, ആൽവിനാനിച്ചേട്ടനുണ്ട്. തിരിച്ചു വരുമ്പോൾ ദിലീപ് എന്നെ വിളിച്ചു, എനിക്ക് പോയിട്ട് ധൃതിയിലേക്ക് നാളെ ഒരു വേഷം ചെയ്ത് ഇങ്ങോട്ട് പോകാം. അങ്ങനെ ഞാൻ സിബി ഉദയൻ ഉണ്ടായിരുന്നു. ഉദയൻ്റെ റൂമിൽ കിടന്ന് രാവിലെ പോയിച്ചത് ഞാൻ വെറുതെ കാണിച്ചതായിരുന്നു. അത് പറഞ്ഞിട്ട് കാണിച്ചല്ല, അല്ല വെറുതെ വെറുതെ കാണിച്ചാൽ. ഒരു പ്രാവശ്യം കാണിച്ചപ്പോൾ ദിലീപിനെ പ്രതികരിച്ചപ്പോൾ സാർ അത് ഡെവലപ്പ് ചെയ്തു. ദിലീപും മോശമല്ല ഈ കാര്യത്തിൽ. പ്രിയൻ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര രസമായിട്ട് സാറ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ അഭിനയിച്ചാൽ മതി. അല്ല ഇത് എനിക്കൊരു സാറിന്റെ സിനിമകളാണ് ഒരു ഫ്രെയിമിന്റെ അകത്ത് അങ്ങനെ വച്ചേക്കാം നിന്ന് പെർഫോം ചെയ്ത് തകർക്കുന്ന സിനിമകൾ സാറിന്റെ ഉള്ളൂ. കാണിച്ചു കൊടുക്കും പുള്ളി പെർഫോം. ഓക്കെ, സാർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ചെറിയ ആൾക്കാർക്ക് വലിയ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കില്ല, പുള്ളി പറഞ്ഞു കൊടുക്കും. അത് അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞാൽ അത് പുള്ളി എന്നിട്ട് അത് ആസ്വദിക്കുകയും ചെയ്യും ഗംഭീരമായിട്ട് എന്നിട്ട്. അങ്ങനെ ഒരു ചെറുപ്പം വലിപ്പം നോക്കിയൊന്നുമില്ല, പുള്ളി നല്ല രസമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ആ വെട്ടത്തിൻ്റെ ആ ഡെവലപ്മെൻറ്റിൽ ഇവർ 2 പേരാണ്. പിന്നെ ബാക്കിയൊക്കെ ദിലീപിനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരുന്നു. സാറ് പറയും അത്രയും വേണ്ട, ഇത് മതി, കണക്കൊക്കെ ഉണ്ട് സാറിന്. മീറ്റർ ആ മീറ്ററിൽ പറഞ്ഞാൽ മതി, ഈ മീറ്ററിൽ പറഞ്ഞാൽ.
വീണ്ടും കാണിച്ചിട്ടുള്ള ഈ ചേട്ടന് തന്നെ ആ മീൻ വരാറുണ്ടോ? ആരെല്ലാം എന്തെങ്കിലും പറയുമ്പോൾ ചേട്ടൻ ആരുടെ വാട്സാപ്പിൽ ഈ സാധനം ഇട്ട് തരുമോ? ഉത്തര പറഞ്ഞു. ഇപ്പം അതൊരു ട്രോളാക്കി വെച്ചിരിക്കുകയാണല്ലോ എല്ലാവരും. എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ഇതിട്ട് കൊടുക്കും. ആരെങ്കിലും പൈസ കടഞ്ഞു കഴിയുമ്പോൾ ചേട്ടൻ ചേച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ പ്രിയദർശൻ സാറിന് തന്നെ ചോദിക്കുമ്പം നമ്മുടെ അതെ അതിൻ്റെ അത് എവിടെ പോണോ ഈ പട്ടിയുടെ മുഖം അത് പെട്ടെന്നുണ്ടായ വേഷമാണ്. അത് ചില ഞാൻ പ്രിയൻ സാറിനെ കാണുമ്പോൾ എപ്പോഴും പറയും, സാർ അന്ന് അബുദാബിയിലാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ സെവനാസ് മോഹനായിട്ടാണ് കൺട്രോളർ, ഞാൻ എക്സിക്യൂട്ടീവ്. ഞാൻ സാറ് നമുക്കൊരു വേഷം തരാനാ, നോക്കട്ടെ വരട്ടെ എന്ന് പറഞ്ഞു. അത് ഒരു ദിവസം ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഭാവന പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് സുരേഷ് ഏട്ടൻ, സാറിൻ്റെ അസോസിയേറ്റ് ഉണ്ട് സുരേഷ് കുമാർ, സുരേഷ് ഏട്ടൻ എൻ്റെ വിളിക്കും, നീ എവിടെ പോയി കിടക്കണം പെട്ടെന്ന് നിങ്ങൾ വാങ്ങും. സുരേഷ് ഏട്ടൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും സാറിന് എന്നാൽ അത് ശരിക്കും അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞ ഡയലോഗുകളാണ്. ആ അത്രയും ഡയലോഗല്ല, ചെറിയ ഡയലോഗ് ഉണ്ടായിരുന്നു. നമ്മുടെ അഭിനയിച്ച ഹിന്ദി ശക്തി കപൂർ, ആ പുള്ളിക്ക് മലയാളം പറയാൻ പുള്ളിക്ക് വലിയ പ്രയാസമായതുകൊണ്ട് ഒരാളെ അഡീഷണലായിട്ട് സാറ് കയറ്റിയതാണ് എൻ്റെ ക്യാരക്ടർ. അത് പറഞ്ഞ് ഞാനിങ്ങനെ ഇട്ടപ്പോൾ സാറ് സ്ക്രിപ്റ്റ് ഒന്നും നീ നോക്കണ്ട, നിൻ്റെ വായ തോന്നി എന്ന് പറഞ്ഞു, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഫ്രീഡം കിട്ടുകയാണല്ലോ, ഭയങ്കരമായിട്ട് ഫ്രീഡം തരും. ഇതിൻ്റെ വായ തോന്നി പറഞ്ഞു, അത് പറയുമ്പോൾ സൂക്ഷിച്ചൊക്കെ പറഞ്ഞോ. അല്ല പറയുമ്പോൾ സാറ് ഈ പണ്ടാരം എന്നൊക്കെ പറയുന്നത് അത് ഉപയോഗിക്കാൻ പറ്റില്ല, സെൻസറിങ് പ്രശ്നമുള്ളതാണ്. ഞാൻ പറഞ്ഞു സാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്, സാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്താ പറയാൻ പോകുന്നത് ലാലേട്ടന് മുൻപ് അറിയില്ല. അല്ല സാറിന് അല്ല മറ്റതൊക്കെ സാറ് പറഞ്ഞ പട്ടിയുടെ പോകുന്നതൊക്കെ സാറിൻ്റെ ഡയലോഗ്, എവിടെ പോട് അതൊക്കെ സാറ് പറഞ്ഞാ പ്രിയൻ സാറ് പറഞ്ഞാ എവിടെ പോടും പട്ടിയുടെ പോകേണ്ട വന്നിട്ട് പോയാൽ മറ്റേ ചുമ്മാ ഒരാളെ ഇങ്ങനെ പ്രാവല് അതൊക്കെ ലാൽ സാറിൻ്റെ. എത്ര ടേക്ക് പോയി? അത് ഒറ്റ ടേക്ക് ഇല്ല, ഒറ്റ ടേക്ക് ഇല്ല, 3-4 ടേക്ക് എടുത്തു. നമ്മൾ എഴുതി വെക്കാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ സീനുകളാണെന്ന് ഇതൊക്കെ ഇപ്പം നമ്മളെ ഓരോ ഡയലോഗ് ഓർത്തെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേട്ടൻ ചെയ്യുന്ന സീനുകളൊക്കെ കണക്റ്റായ സാധനങ്ങളാണ്. ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പറയാം, ലയൺ സിനിമയില് എന്നാ ഒരു ഗുണ്ട ഉപയോഗിച്ച എന്ന് പറഞ്ഞിട്ട് ഒന്ന് തന്നെ അടി കൊടുത്തിട്ട് താടി ഉള്ളതുകൊണ്ട് പാടുന്ന അതാ അവൻ്റെ ഡയലോഗാണ്. ദിലീപ് ആണല്ലേ, ദിലീപേട്ടൻ ഡയലോഗാണ്, താടി ഉള്ളതുകൊണ്ട് പാടറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ സീനേ ഉള്ളൂ. ഒറ്റ സീനുണ്ട്, ഒന്നല്ല 2 സീനുണ്ട്. നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അല്ല 3-4 സീനുണ്ട്. മന്ത്രിമാർ ഓടി വരുമ്പോൾ ഇന്നസെന്റ് ഏട്ടൻ വരുമ്പോൾ അതല്ല ഞാൻ പറയാം, ഈ ഒറ്റ സീനിൽ ആ സാധനം ആ ഒറ്റ സീനാ കത്തിയ സാധനമാണ്, താടി ഉള്ളതുകൊണ്ട് പാടറിയില്ല എന്ന് പറഞ്ഞ. അതുപോലെ ഇപ്പൊ ഗെറ്റപ്പിന്റെ കാര്യം നേരത്തെ പ്രിയൻ സാറിന്റെ സിനിമയിൽ പറഞ്ഞില്ല, കുറ്റിത്താടി എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഇടയ്ക്ക് വന്ന ഒരു കോൺട്രവേഴ്സി എന്ന് തന്നെയല്ല, അത് ജോഷി സാറിന്റെ പടത്തിൽ എന്നെ ഗെറ്റപ്പ് മാറ്റിയിട്ട് ചെയ്യിപ്പിച്ചു. സാറ് ഈ സ്ഥിരം താടി മാറ്റിയിട്ട് അവനെ വേറെ ഇതിൽ കൊണ്ടുവരാൻ പാപ്പനില്ല. ഓക്കെ അത് സാറ് മാറ്റിച്ച റോണക്സ് ആയിരുന്നു മേക്കപ്പ്. ഈ മറ്റേ പടത്തിൽ പ്രിയൻ സാറിൻ്റെ ആദ്യം അവൻ വേണ്ട, അവൻ ഈ താടി വെച്ചിട്ടാണ് ഞാൻ വേഷം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മേക്കപ്പിൽ സാറിൻ്റെ അസോസിയേറ്റ് അതിനകത്ത് അഭിനയിക്കുന്ന മുരളി ഉണ്ടല്ലോ, ശ്രീകാന്ത് മുരളി സാറ് ഞാൻ മാറ്റി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. മുരളിയാണ് മറ്റേ അതിൽ ഗുരുവായൂർ അവനായിട്ട് മേക്കപ്പ്, അവനെ കൊണ്ട് വേറെ രീതിയിൽ കുറ്റിയാക്കി മുട്ട പോലെയൊക്കെ, എന്നാൽ മുട്ടയല്ല അങ്ങനെ ഒരു ഇത് കറക്റ്റ്, ഇതാണെങ്കിൽ ചെയ്യാമെന്ന്. പെട്ടെന്ന് ആളെടുക്കാൻ പറഞ്ഞാൽ ചേട്ടന് വലിയ പ്രശ്നമൊന്നുമില്ല. താടി വെച്ചിട്ട് അവൻ സ്ഥിരം ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ പ്രിയൻ സാർ ചെയ്ത് പറയും. എന്ത് വന്നാലും ഈ താടിയും വെച്ചിട്ട് അത് ഗെറ്റപ്പ് മാറ്റിക്കൊണ്ട് വന്നു. അത് ജോഷി സാറും ഗെറ്റപ്പ് മാറ്റിച്ചു. ആ ഗെറ്റപ്പ് മാറ്റിയതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു കേട്ടോ പലരും. തീർച്ചയായിട്ടും. പിന്നെ ഒരു ഭാഗ്യം കിട്ടിയത് കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. കമലഹാസൻ സാറിൻ്റെ പടത്തിൽ ഇന്ത്യൻ ടു